നമസ്കാരം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൗലികാവകാശങ്ങൾ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് കേൾക്കുമ്പോൾ വക്കീലന്മാർക്ക് മാത്രം പഠിക്കാനുള്ള എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കരുത്. അല്ല, ഇത് നിങ്ങളുടെ പോക്കറ്റിൽ വീഴാൻ പോകുന്ന ഉറപ്പായ മാർക്കാണ്. സോ ഒരു പേനയും പേപ്പറും എടുത്ത് റെഡിയായിരുന്നോളൂ. നമ്മുടെ ഭരണഘടനാപരമായ സൂപ്പർ പവറുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാരിക്കൂട്ടാൻ നിങ്ങൾ റെഡിയാണോ? എന്നാ പിന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളെല്ലാവരും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്നവരല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പോളിസിയെ ട്രോളിക്കൊണ്ട് നിങ്ങളൊരു മീം ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തു. എന്ത് സംഭവിക്കും? പിറ്റേന്ന് രാവിലെ പോലീസ് ജീപ്പ് വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുവോ? നിങ്ങളെ അറസ്റ്റ് ചെയ്യോ? എന്താ തോന്നുന്നത്? ശരിക്കും പേടിയാവില്ലേ? എന്നാൽ പേടിക്കണ്ട, ഇതിനുള്ള കൃത്യമായ ഉത്തരം നമ്മുടെ ഭരണഘടന തന്നെ തരുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നങ്ങട് കീറി മുറിച്ച് പഠിക്കാൻ പോകുന്നത്. അതിനുള്ള ഉത്തരം ഇതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു സൂപ്പർ പവറുണ്ട്, ഒരു രക്ഷാകവചം. അതാണ് നിങ്ങളുടെ മൗലികാവകാശങ്ങൾ. ആ കവചം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഈ ഷീൽഡ്, ഈ കവചം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഏതൊക്കെ സമയത്ത് ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും? അതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർ പവറുകൾ എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കും. പിന്നെ സ്റ്റേറ്റ് എന്താണെന്നും നമ്മുടെ ഷീൽഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നോക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 14ലേക്ക് കടക്കും. പിന്നെ പാർലമെന്റും സുപ്രീം കോർട്ടും തമ്മിലുള്ള ഒരു ചെറിയ അടിയുടെ കഥയുണ്ട്, അത് കേൾക്കാം. സമത്വത്തിൽ ചിലർക്ക് ഇളവുകളുണ്ട്, അതാരാണെന്ന് നോക്കും. അവസാനം എല്ലാം കൂടി ഒന്ന് പൊടിതട്ടിയെടുക്കാൻ ഒരു സൂപ്പർ റിവിഷനും ഒരു ക്വിസും. ഇത് കഴിയുമ്പോഴേക്കും ഈ ടോപ്പിക് നിങ്ങളുടെ കയ്യിൽ സേഫായിരിക്കും, ഉറപ്പ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഡീറ്റെയിൽസിലേക്ക് ചാടിക്കയറുന്നതിന് മുമ്പ് നമുക്ക് ബേസിക്സ് ഒന്ന് ക്ലിയർ ചെയ്യാം. എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഇത് ഭരണഘടനയുടെ എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞാലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഒരു വീടിന്റെ ഫൗണ്ടേഷൻ പോലെയാണിത്. അത് സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ മുകളിലോട്ട് എന്ത് കെട്ടിയിട്ടും കാര്യമില്ല, അല്ലേ? ദാ ശ്രദ്ധിച്ചോ, ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഷുവർ ഷോർട്ട് എക്സാം ക്വസ്റ്റ്യൻ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ് വരുന്നത്? ഉത്തരം സിമ്പിളാണ്, പാർട്ട് 3. ഇത് മറക്കാനേ പാടില്ല. എത്രയോ തവണ PSC, UPSC പരീക്ഷകൾക്ക് ആവർത്തിച്ചു ചോദിച്ച ചോദ്യമാണിത്. ഈ പാർട്ട് 3യാണ് നമ്മൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും വിളിക്കുന്നത്. ആ പേരും കൂടി ഓർത്തുവെച്ചോ, ചിലപ്പോൾ അതും ചോദിക്കാം. നമ്മുടെ ഭരണഘടന പ്രധാനമായും 6 തരം മൗലികാവകാശങ്ങളാണ് നമുക്ക് ഗ്യാരണ്ടി തരുന്നത്. ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം, പിന്നെ സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടാൽ കോടതിയിൽ പോകാനുള്ള അവകാശം, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇവയുടെയെല്ലാം ബേസായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അവകാശത്തിലാണ്, റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശം. ശരി, അപ്പോൾ നമുക്ക് കുറേ അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ അവകാശങ്ങൾ നമുക്ക് ആർക്കെതിരെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മൾ ആർക്കെതിരെയാണ് പരാതിപ്പെടേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഈ അവകാശങ്ങൾക്ക് ഇത്ര പവർ കൊടുക്കുന്നത്? ഈ 2 കൺഫ്യൂസിംഗ് ചോദ്യങ്ങൾക്കും ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 12ലും 13ലുമാണ്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന വാക്കിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഭരണഘടനയിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല. അതിന് വളരെ വിശാലമായൊരു അർത്ഥമാണുള്ളത്. സിമ്പിളായി പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ മാനേജ്മെന്റ് ടീം, അതായത് നിയമമുണ്ടാക്കാനും അത് നടപ്പിലാക്കാനും അധികാരമുള്ള എല്ലാ ബോഡികളും സ്റ്റേറ്റാണ്. അപ്പോ ഈ സ്റ്റേറ്റ് എന്ന ലിസ്റ്റിൽ ആരൊക്കെ വരും നോക്കിക്കോ. കേന്ദ്ര ഗവൺമെന്റ്, പാർലമെന്റ്, എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും നിയമസഭകളും. അതുമാത്രല്ല, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ലിസ്റ്റ് തീർന്നില്ല. LIC, ONGC, KSRTC പോലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ പോലും സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ വരും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവരിൽ ആര് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താലും നിങ്ങൾക്ക് നേരെ കോടതിയിൽ പോകാം. ഈ പോയിന്റ് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ എന്തൊക്കെ ഉൾപ്പെടും എന്ന് ചോദിക്കാറുണ്ട്. ഇനി ആർട്ടിക്കിൾ 13
ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ബോഡി ഗാർഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഫോണിലുള്ള ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ പോലെ. പാർലമെന്റോ നിയമസഭയോ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് എതിരാണെങ്കിൽ ഈ ആർട്ടിക്കിൾ 13 എന്ന ആന്റിവൈറസ് അതിനെ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യും. അതായത് ആ നിയമം അസാധുവാകും. കോടതികൾക്ക് ഇങ്ങനെയൊരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള പവറിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ജുഡീഷ്യൽ റിവ്യൂവിന് അടിസ്ഥാനമായ ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 13. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എന്താണെന്നും നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഷീൽഡ് എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഹീറോയുടെ അടുത്തേക്ക് പോവാണ്. എല്ലാ അവകാശങ്ങളുടെയും അടിത്തറയായ സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇത് ക്ലിയറായി മനസ്സിലാക്കിയ ബാക്കിയുള്ള ആർട്ടിക്കിൾസൊക്കെ സിമ്പിളായി തോന്നും. ഇപ്പോ ഈ കാണുന്ന ടേബിൾ ഉണ്ടല്ലോ, ഇത് അടിപോലെ മനപ്പാഠം ചെയ്തു. എക്സാമിന് സ്ഥിരമായി വരുന്നൊരു ഏരിയയാണിത്. ആർട്ടിക്കിൾ 14 സത്യത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് ഇക്വാലിറ്റി ബിഫോർ ലോ, അഥവാ നിയമത്തിന് മുന്നിൽ സമത്വം. ഇത് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ഐഡിയയാണ്. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: നിയമത്തിന് മുകളിൽ ഒരു പറവയും പറക്കില്ല. പ്രധാനമന്ത്രിയായാലും പാവപ്പെട്ടവനായാലും നിയമം ഒന്നുതന്നെ. ഇതൊരു നെഗറ്റീവ് കോൺസെപ്റ്റാണെന്ന് പറയാം, കാരണം അത് സ്റ്റേറ്റിനോട് വിവേചനം കാണിക്കരുത് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, അഥവാ നിയമങ്ങളുടെ തുല്യ സംരക്ഷണം. ഇത് അമേരിക്കൻ ഐഡിയയാണ്. ഇതിനർത്ഥം ഒരേപോലുള്ള സാഹചര്യങ്ങളിൽ ഉള്ളവരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. ഉദാഹരണത്തിന്, ഒരേ തെറ്റ് ചെയ്ത 2 പേർക്ക് ഒരേ ശിക്ഷ, പക്ഷെ വ്യത്യസ്ത സാഹചര്യത്തിലുള്ളവരെ വ്യത്യസ്തമായി ട്രീറ്റ് ചെയ്യണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ ശിക്ഷ കൊടുക്കാൻ പറ്റോ? ഇല്ല. ഇതൊരു പോസിറ്റീവ് കോൺസെപ്റ്റാണ്, കാരണം ഇവിടെ സ്റ്റേറ്റിനോട് യുക്തിപരമായി പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഈ വ്യത്യാസം ഓർത്തുവെക്കണം കേട്ടോ. ഈ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. A.V. ഡൈസി ഒരു ബ്രിട്ടീഷ് നിയമജ്ഞനാണ്. അദ്ദേഹത്തിന്റെ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന ഫേമസ് ആയ തിയറിയുടെ ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വാലിറ്റി ബിഫോർ ലോ. ഇതൊരു 3 സ്റ്റാർ ഇമ്പോർട്ടൻസ് ഉള്ള എക്സാം പോയിന്റാണ്. റൂൾ ഓഫ് ലോ എന്ന ആശയം ആരുടേതാണ് എന്ന് നേരെ ചോദ്യം വരും. ഉത്തരം മറക്കരുത്, A.V. ഡൈസി. അടുത്തത് ഒരു ത്രില്ലർ സിനിമയുടെ കഥ പോലെയാണ്. ചോദ്യം ഇതാണ്: ഫണ്ടമെന്റൽ റൈറ്റ്സ് മാറ്റാൻ പാർലമെന്റിന് അധികാരമുണ്ടോ? അതോ അവിടെ നിക്കട എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് പറ്റുമോ? ആരാണ് വലുത്, പാർലമെന്റോ സുപ്രീം കോടതിയോ? ഈ ചോദ്യത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു വലിയ അധികാര വടംവലിയുടെ കഥയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഒരു ഭരണഘടനാ നാടകം. അപ്പോ കഥ തുടങ്ങുന്നു. 1967 ഗോലക്നാഥ് കേസില് സുപ്രീം കോടതി പറഞ്ഞു, പാർലമെന്ററെ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തൊട്ടുപോകരുത്. ഇത് കേട്ടപ്പോ പാർലമെന്റിന് ഇഷ്ടപ്പെട്ടില്ല. 1971 അവർ 24ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭരണഘടനയുടെ ഏത് ഭാഗത്തും തൊടാം, ഭേദഗതി ചെയ്യാം, അത് ചോദിക്കാൻ ആരും വരണ്ട. അപ്പോ കളി കാര്യമായി. ഒടുവിൽ 1973 ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് വന്നു, കേശവാനന്ദ് ഭാരതി കേസ്. ആ കേസില് സുപ്രീം കോടതി ഒരു ഫൈനൽ വേർഡിപ്പ് പറഞ്ഞു, ഒരു ഒത്തുതീർപ്പ്. ഓക്കെ പാർലമെന്ററെ, നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ എവിടെയും ഭേദഗതി ചെയ്യാം, പക്ഷേ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടനയിൽ മാത്രം തൊടാൻ പാടില്ല. ഇതാണ് ഇന്നത്തെ നിയമം. ആ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് കോടതി ഓരോ കേസിനും അനുസരിച്ചു തീരുമാനിക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു നിയമത്തിനു മുന്നിൽ എല്ലാവരും ഈക്വലാണെന്ന്. പക്ഷെ എല്ലാ കഥയിലും ഒരു ട്വിസ്റ്റ് ഉള്ളതുപോലെ ഇവിടെയുമുണ്ട് ചില എക്സെപ്ഷൻസ്. അതായത്, ഈ സമത്വത്തിനുള്ള അവകാശം 100% ആബ്സല്യൂട്ട് അല്ല. ചില പ്രത്യേക ആളുകൾക്കും സാഹചര്യങ്ങൾക്കും നിയമം ചില ഇളവുകൾ കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് ആ യുക്തിപരമായ ഒഴിവാക്കലുകൾ എന്ന് നമുക്ക് നോക്കാം. ഈ ലിസ്റ്റൊന്ന് ശ്രദ്ധിച്ചേ. ആർട്ടിക്കിൾ 14 ആർക്കൊക്കെയാണ് ഇളവുകളുള്ളത്? ഇതിലേറ്റവും പ്രധാനം എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും കിട്ടുന്ന പ്രൊട്ടക്ഷനാണ്. ആർട്ടിക്കിൾ 361 പ്രകാരം അവരാ പദവിയിലിരിക്കുന്ന കാലത്തോളം അവർക്കെതിരെ ഒരു ക്രിമിനൽ കേസും എടുക്കാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇതൊരു സ്പെഷ്യൽ പവറാണ്. ഇതുകൂടാതെ പാർലമെന്റ് അംഗങ്ങൾക്കും MP-മാർക്കും നിയമസഭാ അംഗങ്ങൾക്കും MLA-മാർക്കും ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും ഡിപ്ലോമാറ്റുകൾക്കും ഈ ഇളവ് ബാധകമാണ്. ഇതിലെ ആർട്ടിക്കിൾ 361 മറക്കരുത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബെസ്റ്റ്! അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും കവർ ചെയ്തു. ഇനി എന്താ വേണ്ടത്? പഠിച്ചതൊക്കെ ഒന്ന് ഉറപ്പിക്കണ്ടേ? അതിനായിട്ട് ഒരു ക്വിക്ക് റിവിഷനും പിന്നെ കുറച്ച് എക്സാം മോഡൽ ചോദ്യങ്ങളും. ഇതോടുകൂടി ഈ ടോപ്പിക് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും.
നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചാണ് ക്ലാസ് കേട്ടതെന്ന് സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണിത്. റെഡിയല്ലേ? ഓക്കെ, ഒരു റാപ്പിഡ് ഫയർ റിവിഷൻ. ഞാൻ ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം. റെഡി? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് പാർട്ടിലാണ്? പാർട്ട് 3. ആർക്കെതിരെയാണ് ഇത് കിട്ടുന്നത്? സ്റ്റേറ്റിനെതിരെ. ആർട്ടിക്കിൾ 12. നമ്മുടെ റൈറ്റ്സിന്റെ ബോഡിഗാർഡ് ആരാ? ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂ. സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14. അതിലെ 2 ആശയങ്ങൾ എവിടെ നിന്നാണ്? ഇക്വാലിറ്റി ബിഫോർ ലോ ബ്രിട്ടനിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് അമേരിക്കയിൽ നിന്നും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭേദഗതി ചെയ്യാമോ? ചെയ്യാം, പക്ഷെ എന്ത് മാറ്റാൻ പാടില്ല? ബേസിക് സ്ട്രക്ചർ. ഏതാണ് ആ കേസ്? കേശവാനന്ദ ഭാരതി കേസ്. കൊള്ളാം. ഇത്രയും ഓർത്താൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന മിക്ക ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇനി ക്വസ്റ്റ് ടൈം. ഇതാ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യനാണേ. ആർട്ടിക്കിൾ 14ലെ ഇക്വാലിറ്റി ബിഫോർ ലോ അഥവാ നിയമത്തിനു മുന്നിൽ സമത്വം എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഓർമ്മയുണ്ടോ? ഉത്തരം ബ്രിട്ടൻ. ശരിയായി കിട്ടിയോ? കിട്ടിയവർക്ക് ഒരു കയ്യടി. കൂടെ AV ഡൈസിയുടെ റൂൾ ഓഫ് ലോ എന്ന ആശയം കൂടി ഓർത്തുവെച്ചേക്കണം കേട്ടോ. അടുത്ത ചോദ്യം. ഇത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും അവരുടെ ഒഫീഷ്യൽ ടേമില് ക്രിമിനൽ കേസുകളിൽ നിന്ന് ഇമ്മ്യൂണിറ്റി അഥവാ പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? നമ്മൾ എടുത്തു പറഞ്ഞ ഒരു എക്സെപ്ഷനാണിത്. ഉത്തരം ആർട്ടിക്കിൾ 361. ഇതൊരു വെരി വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിളാണ്. ഇത് തെറ്റിക്കരുത്. എക്സാം ഹാളിൽ ഇത് ഓർമ്മ വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭേദഗതി ചെയ്യാമെങ്കിൽ നാളെ അവർക്ക് ഈ റൈറ്റ്സ് മുഴുവനായി അങ്ങ് എടുത്തുകളഞ്ഞൂടെ? അതിൽ നിന്ന് പാർലമെന്റിനെ തടയുന്ന ആ ഒരു സേഫ്റ്റി വാൽവ് എന്നാണ്. യെസ്, നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്. സുപ്രീം കോടതിയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. അതാണ് നമ്മുടെ അവകാശങ്ങളുടെ അവസാനത്തെ കാവൽക്കാരൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക.